ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ബാധ്യതയുടെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ആത്മഹത്യക്കുള്ള കാരണം അറിയില്ലെന്ന് കുടുംബം മൊഴി നൽകിയതായി വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റീന. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച മൊഴി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. വീട്ടുകാർ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം നൽകാൻ വീട്ടുകാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദമായ രീതിയിൽ തന്നെ മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല, വിജയന്റെ അടുപ്പക്കാരുടെ മൊഴിയും പോലീസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്നൊരു ഡയറി കണ്ടെടുത്തിട്ടുണ്ട്. ആ ഡയറിയിൽ ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഡയറിക്കകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ബാധ്യതയുടെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് IC ബാലകൃഷ്ണൻ അടക്കം കോൺഗ്രസ് കോഴ നൽകി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണം. അതിൽ ഇടനിലക്കാരനായി നിന്നു, അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതുമായി ബന്ധപ്പെട്ട് അതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ തുടരന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നതും. നിലവിൽ ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ തനിക്കെതിരെ കാണിക്കുന്ന രേഖകൾ വ്യാജമായി ചമച്ചതാണ്, തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രേഖകളാണ്, അതിൽ വ്യാജ പ്രചരണമാണ് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ പോലീസിൽ SP-ക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് BJP-യും ഈ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. 11 മണിയോടുകൂടി IC ബാലകൃഷ്ണന്റെ ബത്തേരിയിലുള്ള MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. CPM-ഉം BJP-യും ഒരുപോലെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ ഇന്നലെ IC ബാലകൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് DCC നേതൃത്വം സ്വീകരിച്ചത്. T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം നടത്തിയാണ് ഇത്തരത്തിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.